പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് മീനെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചപ്പോഴേ കറണ്ട് പോയി. അയ്യോ, കറണ്ട് പോയല്ലോ, ഞാൻ എന്നാ ചെയ്യാനാ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നു. ഞാൻ സാധാരണ ചിലപ്പോഴൊക്കെ ഇടയ്ക്ക് വയ്ക്കുന്ന ഒരു കറി ഓർമ്മ വന്ന് ശരി അത് വെച്ച് കളയാമെന്ന് വിചാരിച്ചു. ഞാൻ മീൻ കറി വയ്ക്കുമ്പോൾ മൺചട്ടിയിൽ തന്നെയാണ് മീൻ കറി വെക്കാറുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, മൺചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക്, ഉള്ളി, കറിവേപ്പിലയൊക്കെ ഇട്ട് ഇച്ചിരി താളിച്ചിട്ട് അത് താളിച്ച് നല്ല മൂത്ത് വരുന്നതിന് മുമ്പ് തീ കുറച്ച് വെച്ചിട്ട് ഇത്തിരി മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കരിവേപ്പില ചേർത്ത് വറുത്ത് ഉലുവ പ്രത്യേകം പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആ പൊടിയും എടുത്തു ഈ എണ്ണ താളിച്ചതിൽ ഇട്ട് കൊടുത്തിട്ട് തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് അത് നല്ലോണം കറുത്തു പോകരുത്, കരിഞ്ഞു പോകരുത്. ആ രീതിയിൽ വെച്ചിട്ട് ഉപ്പും പുളിയും കറന്ന് ഇതിൽ ഒഴിച്ചു കൊടുത്ത് ആദ്യം ഇച്ചിരി തിളച്ച് വന്നു അരപ്പും ഉപ്പും പുളിയൊക്കെ ഒന്ന് മിക്സായി തിളച്ച് വന്നതിന് ശേഷം ഈ മീൻ ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന മീനെടുത്തു. ഈ തിളച്ച അരപ്പ് തിളച്ചിട്ടിരിക്കുകയല്ലേ, അതിൽ ഇട്ട് കൊടുത്തു. ഇട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കി ടേസ്റ്റൊക്കെ ഭയങ്കര ടേസ്റ്റായത്. നമ്മൾ സാധാരണ അരച്ചൊക്കെ കറി വയ്ക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണിത്. ഇത് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലെല്ലാവർക്കും. സിമ്പിൾ കറിയാണ് സിമ്പിൾ ആൻഡ് ഹമ്പിൾ കറിയാണ്. അപ്പോൾ ഇത് പ്രിയപ്പെട്ട എല്ലാവരും ഒന്ന് ടേസ്റ്റ് ഇതുപോലെ ചെയ്ത് നോക്കണേ. ഇപ്പം എനിക്ക് തോന്നി പെട്ടെന്ന് ഇത് എല്ലാവർക്കും യൂട്യൂബിൽ ഇട്ട് കൊടുക്കാം. എല്ലാവരും സിമ്പിളായിട്ട്, കറണ്ട് പോകുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ അപ്പോഴപ്പായിട്ട് കറണ്ട് പോയിക്കൊണ്ടിരിക്കുക ഇവിടെ, അതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കറി വെച്ചെടുക്കുകയും ചെയ്യാം. ഒരു 10 മിനിറ്റ് വേണം, അതിൽ നമ്മൾ ഈ കറി റെഡിയായി. ഇതിപ്പോൾ തീ കുറഞ്ഞ തീയിലാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് കൂടും. നമ്മൾ കുറഞ്ഞ തീയിൽ എപ്പോഴും കറി വയ്ക്കുമ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മൾ തേങ്ങ ചേർത്തില്ല, ഒന്നും കറണ്ടില്ലാത്തതുകൊണ്ട് ഈ രീതിയിൽ സിമ്പിളായിട്ട് ഒരു കറി. ഇപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. കണ്ടോ, ഇത് ഇച്ചിരി കൂടെ വറ്റി. അപ്പം നമ്മൾ ഉലുവപ്പൊടിയും ഒക്കെ ഇടുന്നത് കൊണ്ട് വറ്റും അത് പെട്ടെന്ന്. നല്ല കുറുകുറായിരിക്കും കറി. അപ്പോൾ ഇത് നല്ല ടേസ്റ്റായിട്ടും ഇരിക്കും. രുചിച്ച് നോക്കുക. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഓക്കെ, താങ്ക് യു ഫോർ യുവർ വാച്ചിങ്. താങ്ക് യു.